പാലക്കാട് മണ്ഡലത്തിലെ CPM BJP ഡീൽ ആരോപണം കഴമ്പില്ലാത്തതെന്ന ഇടതു സ്ഥാനാർത്ഥി NMR റസാഖ്. ജനങ്ങൾക്കൊപ്പം നിന്ന് പാലക്കാടിനെ വികസനത്തിലേക്ക് നയിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും റസാഖ്. സംസ്ഥാന സർക്കാരിനെതിരെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ഡീൽ വാദവുമായി NDAയും CPMഉം രംഗത്ത് വന്നിരിക്കുന്നത്. ആശയദാരിദ്ര്യമാണ് ഇവരെ കൊണ്ട് ഇത് പറയിക്കുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ BJP UDF വോട്ട് വിഭജനമുണ്ടാവില്ല. എങ്കിലും ജനാധിപത്യ വോട്ട് ഏകീകരണമുണ്ടാവും. ജനാധിപത്യ വോട്ട് ഏകീകരണം LDFന്റെ വിജയം ഉറപ്പാക്കും. മണ്ഡലത്തിന്റെ വികസനത്തിന് ഉതകുന്ന പല പദ്ധതികളും ഉണ്ടായിട്ടില്ല. പ്രസ് ക്ലബിന്റെ മീറ്റ് ദ കാൻഡിഡേറ്റിൽ സംസാരിക്കുകയായിരുന്നു റസാഖ്. നിലവില് കഴിഞ്ഞ 10 കൊല്ലമായി കേരളത്തിൽ നടന്നു വരുന്ന വികസനം എന്ന് പറയുന്നത് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയ ഇടതുപക്ഷ സർക്കാർ, ദേശീയപാത വികസനം, നമ്മളൊക്കെ 10 കൊല്ലം മുമ്പ് ദേശീയപാത വികസിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ സമയത്ത് ദൃഢനിശ്ചയത്തോടുകൂടി അത് നടപ്പാക്കിയ പിണറായി സർക്കാർ, ഗെയിൽ പ്രകൃതിവാതക പൈപ്പ് ലൈൻ വളരെ വിജയകരമായി നടപ്പാക്കിയ സർക്കാർ, വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് സമയബന്ധിതമായി തന്നെ പുനരധിവാസം പൂർത്തീകരിച്ച സർക്കാർ, അങ്ങനെ അനേകം വികസന നേട്ടങ്ങളുള്ള ഒരു സർക്കാരിൻ്റെ പിന്തുടർച്ച നമുക്കുണ്ടാവേണ്ട ആവശ്യകത, അതിലേക്കായിട്ടുള്ള പാലക്കാടിൻ്റെ സംഭാവന, ഇവിടുന്ന് ഒരു ഭരണപക്ഷ MLA അതിനോടൊപ്പം ചേരുകയാണെങ്കിൽ പാലക്കാടിനുണ്ടാവുന്ന വികസനം. നഗരസഭയുടെ അനാസ്ഥ മൂലം ബസ് സ്റ്റാൻഡുകൾ, ടൗൺ ഹാൾ, സ്റ്റേഡിയം തുടങ്ങിയ പല പദ്ധതികളുടെയും വികസനം മുരടിച്ചു. നഗരസഭ കഴിഞ്ഞ 10 കൊല്ലമായി നഗരസഭ ഭരിക്കുന്നത് BJP ആണ്, അതിനു മുമ്പ് കോൺഗ്രസ് ആണ്. ഈ നഗരസഭയുടെ കീഴിൽ വരുന്ന വികസനങ്ങൾ അത് കൃത്യമായ രീതിയിൽ അവർ നടപ്പാക്കില്ല. ടൗൺ ഹാൾ പറയാം, 8-9 കൊല്ലം മുമ്പ് പൊളിച്ചിട്ട് 5 കോടി രൂപ എന്തോ കൊടുത്ത് പിന്നീട് അത് തുക വകയിരുത്താനോ മറ്റോ ചെയ്ത് അത് പൂർത്തീകരിക്കാനില്ല. എല്ലാ നഗരങ്ങളിലും പോകുമ്പോൾ അവിടുത്തെ ജില്ലാ ആസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന ടൗൺ ഹാൾ വളരെ നല്ല രീതിയിലുള്ള ടൗൺ ഹാളൊക്കെ കാണുന്നത് കണ്ടെത്തി. പാതിവഴിയിൽ നിൽക്കുന്ന പദ്ധതികൾ പൂർത്തീകരിക്കുന്നതോടൊപ്പം ജനകീയ താൽപര്യം മുൻനിർത്തി വികസന പദ്ധതികൾ നടപ്പിലാക്കുകയാണ് ലക്ഷ്യം. പദ്ധതി നടത്തിപ്പിനായി പലതട്ടിലുള്ള ചർച്ചകൾ നടത്തുമെന്നും റസാഖ് പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.